പതിവില്ലാണ്ട് നമ്മുടെ ലേക്കുട്ടനൊന്ന് ചെറിയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു കേട്ടോ. മമ്മി കടയിൽ പോയി തിരിച്ചു വരുന്ന ടൈമിൽ ഞങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലേക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അമ്മാമ്മ സ്കൂട്ടറിൽ ഇങ്ങനെ വരണ കണ്ടു. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം. അവളിങ്ങനെ കൈയിട്ട് കാണിക്കുകയാണ് വണ്ടിയിൽ കയറാനായിട്ട്. ആദ്യമായിട്ടാണ് അവൾ അങ്ങനെയൊക്കെ കാണിക്കണത്. അതായത് മമ്മി ഇങ്ങനെ ചോദിക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, അവളുടേതായ ലാംഗ്വേജിൽ ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഇത് കാണിക്കുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു എന്നാൽ വായോ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ അതാ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് സെറ്റായി ഞങ്ങളിതാ ലേക്കുട്ടനെ കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയിട്ടോ. ലേക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുക. കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് മമ്മിയുടെ ഷോൾ ഇങ്ങനെ സൈഡിലോട്ട് പറക്കുമ്പോൾ അവൾക്കൊന്നും കാണാനില്ല. അപ്പോൾ അവളുടെ കൈ വെച്ച് തന്നെ അത് മാറ്റാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലൈക്കുട്ടനെ കൊണ്ടതാ ഞങ്ങൾ കോടന്നൂർ വരെ എത്തിയിട്ടോ. ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോടന്നൂർ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചായക്കടികളൊക്കെ മേടിക്കാറുള്ളതാണ്. സോ ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. ലേനെ കാരിങ് ആയിരിക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാറുള്ളൊരു സാധനമാണ് പരിപ്പ് വട. അവളെ കാരിങ് ആയിരിക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ കഴിക്കാറുള്ളൊരു സാധനമാണ് കേട്ടോ പരിപ്പ് വട. എനിക്ക് ഭയങ്കര ക്രേവിങ് ആയിരുന്നു അതിനോട്. ആ ഓർമ്മ പുതുക്കി അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതാ മമ്മി അതൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്തു നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വെക്കുകയാണ്. കാരണം എനിക്കിതിങ്ങനെ ലേക്കോട്ടം കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് അതിനുള്ളിൽ വെക്കുക. പിന്നെ പപ്പയ്ക്കുള്ളത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പപ്പ കടയിലാണല്ലോ, അപ്പോൾ പപ്പയ്ക്ക് അവിടെ കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് മമ്മി ഇതാ സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കടയിൽ ചെന്നിട്ട് അത് കൊടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ പോയി അപ്പാപ്പനെ അത് കൊടുത്തിട്ട് പോകാമെന്ന്. അപ്പാപ്പനെ അറിയില്ല ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയ കാര്യം. അപ്പോൾ അപ്പാപ്പനാണെന്നുണ്ടെങ്കിൽ കടയിൽ ലേക്കോട്ടൻ്റെ വീഡിയോ കണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിലാണ് വീഡിയോയിൽ കണ്ട ആൾ ഇതാ കടയിൽ വരുന്നത്. അപ്പോൾ അപ്പാപ്പന് ഭയങ്കര സർപ്രൈസായി. അപ്പോൾ അപ്പം നോക്കിയത് എന്ത് നിങ്ങൾ ഇവിടെ എന്നുള്ളതിലാണ് നോക്കണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോണ കാര്യം. അപ്പോൾ ഫോൺ കാണിച്ചു തരാട്ടോ, ഞാൻ വീഡിയോ കണ്ടിരിക്കായിരുന്നു എന്നാണ് പറയണ ആൾ. അപ്പാപ്പനാണെന്നുണ്ടെങ്കിൽ ഫുൾ വണ്ടർ അടിച്ച് നിൽക്കണം കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്ന് ഇവർ ഈ വണ്ടിയുമ്പോൾ വരണേ എന്നുള്ളതിലാണ് നോക്കിക്കണം. അങ്ങനെ ആൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ലേക്കോട്ടൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താ അപ്പാപ്പൻ ഇവിടെ ഇരിക്കണേ, വീട്ടിലേക്ക് വരുന്നില്ലേ എന്നുള്ളതിലാണ് അവൾ നോക്കണേ. അങ്ങനെ നമ്മുടെ ലേക്കോട്ടൻ അപ്പാപ്പനെ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മാമ്മയുടെ കൂടെ ഞങ്ങളൊരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ അതാ മേടിച്ചുകൊണ്ടതൊക്കെ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. നാളെയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ആണല്ലോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.